നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചാണ്ടി ഉമ്മൻ ആള് ജഗ കില്ലാടിയാണ് എന്ന് ഇതിനു മുമ്പ് പല കുറി തെളിയിച്ചതാണ്. തന്നാൽ കഴിയുന്ന വിധത്തിൽ ചാണ്ടി ഉമ്മൻ തന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉറപ്പിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മിന്നും ജയവും അതായത് അവിടെ കിട്ടിയ എല്ലാ മണ്ഡലത്തിന്റെയും ജയം നമ്മുടെ ചാണ്ടി ഉമ്മന്റെ ജയമായി തന്നെയാണ് കണക്കാക്കിയത്. ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ചാണ്ടി ഉമ്മൻ നേടിയെടുത്തിയ അതേ ആവേശം തന്നെയാണ് ഇപ്പോൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞു പോകുന്നത്. പല നേതാക്കളും പറയാൻ മറന്ന, പല നേതാക്കളും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളാണ് ഇന്ന് ചാണ്ടി ഉമ്മൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ എല്ലാ പച്ചക്കള്ളവും ജനങ്ങളുടെ കാശ് മുടക്കി സർക്കാർ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കണ്ടില്ല, കേട്ടില്ല, മിണ്ടിയില്ല എന്നടിച്ചിരിക്കാൻ തങ്ങൾക്ക് തൽക്കാലം കഴിയില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പറഞ്ഞു വരുന്നത് തന്റെ ഇന്നത്തെ രാവിലത്തെ ഒരു MLA എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായി അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുന്ന വഴിയിൽ അദ്ദേഹം ദ ഹിന്ദു ദിനപത്രം വായിക്കാനിടയായി. വായിക്കാനിടയായത് ഇംഗ്ലീഷ് ദിനപത്രമാണല്ലോ ദ ഹിന്ദു എന്ന് എല്ലാവർക്കും അറിയാം. ആ ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മലയാള വാർത്ത വരികയാണ്. മലയാളം മാത്രമല്ല, ഫ്രണ്ട് പേജിൽ മാത്രമല്ല, അകത്തേക്ക് നോക്കുമ്പോൾ ആ പേജിലും ഈ മലയാള വാർത്ത വരികയാണ്. സംഗതി മറ്റൊന്നുമല്ല, അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ PR കളികളാണ്. അതായത് മറ്റാരുടെയുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR കളികൾ. കഴിഞ്ഞ 10 വർഷത്തെ ആ ഒരു താരതമ്യ പഠനമാണ് അദ്ദേഹം അത് വായിക്കുന്നത്. അതായത് 10 വർഷം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ കൊണ്ടുവന്ന മാറ്റങ്ങൾ, കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, 10 വർഷം മുൻപ് കേരളത്തിൽ ഇവ എങ്ങനെയൊക്കെയായിരുന്നു, അതിനുശേഷം എന്താണ് 10 വർഷത്തിന് ശേഷം നടത്തിയത് എന്നുള്ള താരതമ്യ പഠനമാണ് പണം കൊടുത്ത ദ ഹിന്ദുവിന്റെ മുൻപേജിലും അതിന്റെ 1ാം പേജിലും ഒക്കെയായി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഈ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ, അല്ലെങ്കിൽ ഇതിനു മുൻപ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ മൻമോഹൻ സിംഗിനെ കരിങ്കൊടി കാണിച്ച ഇതേ ടീം തന്നെയല്ല ഇപ്പോൾ അത് വലിയ കിരീടത്തിലെ പൊൻതൂവലായി നിങ്ങൾ കാണിക്കുന്നത്. മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന നിലപാട് എന്തായിരുന്നു, അന്ന് CPM-ന്റെ നിലപാട് എന്തായിരുന്നു, അതിനെക്കുറിച്ച് ഒന്നും ഈ PR ടീം പറഞ്ഞിട്ടില്ല. PR ടീം മറന്നുപോയി, അല്ലെങ്കിൽ PR ടീം മനഃപൂർവ്വം അങ്ങ് വിഴുങ്ങുകയായിരുന്നു എന്നാണ്. അങ്ങനെ മനഃപൂർവ്വം PR ടീം വിഴുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ചിലർ, ശബ്ദിക്കുന്ന ചിലർ അത് കൃത്യമായി എടുത്തു കാണിക്കും, അത് കൃത്യമായി ചോദ്യം ചെയ്യും, ഇത് അവജ്ഞതയോടെ തള്ളിക്കളയും, ഇത് ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് ചാണ്ടി ഉമ്മൻ അടിയുറച്ചു പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഇത് മിണ്ടാതെ ഉരിയാടാതെ പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അദ്ദേഹം ഇന്ന് രാവിലെ പ്രതികരിച്ചത്. എന്നാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിപ്പോയി. കാരണം രാവിലത്തെ ഹിന്ദു പത്രം, അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഹിന്ദു പത്രത്തിൽ രാവിലെ മലയാളം ന്യൂസോ, ഇതെന്താ സാധനം എന്ന് നോക്കിയിട്ട് പിടികിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ പേജ് എടുത്തപ്പോഴും ഹിന്ദു വീണ്ടും മലയാളത്തിൽ അടിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, ഹിന്ദുവിന് പെട്ടെന്ന് അച്ചടി അല്ലെങ്കിൽ മെഷീൻ മാറിപ്പോയോ എന്നൊരു സംശയം. അപ്പോഴാണ് മനസ്സിലായത് 10 വർഷത്തെ മുമ്പത്തെ കഥയും ഇപ്പോഴത്തെ കഥയും കാണിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ പരസ്യം ഇന്ന് ഹിന്ദു ചെയ്തിരിക്കുകയാണ്. ബാക്കി ഏത് പത്രവും ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ബാക്കിയുള്ള പത്രത്തിലും കാണുമായിരിക്കും. പക്ഷെ 10 വർഷം മുമ്പുള്ള കഥ പറയുമ്പോൾ പറയാത്ത മറ്റൊരു കഥയുണ്ട്. ഇന്ന് സർക്കാർ മറ്റു പരസ്യങ്ങളിലൊക്കെ കൊടുക്കുന്ന ഒരു കഥയുണ്ടല്ലോ, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലെ 10 വർഷത്തെ മുമ്പത്തെ കാര്യം ഈ പത്രത്തിൽ ഇല്ല. അതും ഇടാൻ മറന്നുപോയി. നമ്മുടെ PR വർക്ക് ചെയ്യുന്നവർ 10 വർഷം മുമ്പ് എന്തായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിന്റെ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട നിലപാട് എന്ന് അത് ചേർക്കാൻ മറന്നുപോയി. അന്നത്തെ ഗെയിലിന്റെ കാര്യം പറയുന്നുണ്ട്, എങ്ങും എത്താത്ത ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. പക്ഷെ അന്ന് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെ ആരാ എതിർത്തതെന്ന് പറയുവാൻ വിട്ടുപോയിട്ടുണ്ട്. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. അടുത്ത പേജിൽ കാണുന്നത് കേരളത്തിൽ വെളിച്ച വിപ്ലവം. ആ വെളിച്ച വിപ്ലവം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെയും ആ സർക്കാരിന്റെ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ കാര്യം എഴുതുവാൻ ഈ ഗവൺമെന്റ് മറന്നുപോയി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെയും 10 വർഷത്തെ മുമ്പത്തെ കഥ, 14 വർഷം മുമ്പത്തെ കഥ എടുത്താൽ മെട്രോ നിങ്ങൾ വലിയ കാര്യമായിട്ട് പറയുന്ന കാര്യമാണല്ലോ, നിങ്ങളുടെ ഒരു വലിയ അഭിമാന നേട്ടമായി. ആ 14 വർഷം മുമ്പ് അവിടെ വന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ കരിങ്കൊടി കാണിച്ചത് ഇതിനകത്തില്ല. അതും 10 വർഷത്തെ മുമ്പത്തെ കഥയാണ്. പിന്നെയും ഉണ്ട് 10 വർഷം മുമ്പത്തെ എന്താ പറയുക, മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമ്മൾ വ്യത്യാസം കൂടെ പറയണമല്ലോ. എന്താ, തന്നെ കല്ലെറിഞ്ഞപ്പോൾ സമരം നടത്തണ്ട എന്ന് പറഞ്ഞ കാര്യവും, ഇപ്പോൾ കരിങ്കൊടി കാണിച്ചവരെ ജയിലിലടക്കുകയും കരിങ്കൊടി കാണിച്ചവരെ എന്താ പറയുക, നിങ്ങൾ
ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിക്കൊള്ളൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അതുകൂടി ഇതിനകത്ത് എഴുതണം. എന്നാൽ മാത്രമേ ഈ ഒരു സത്യമായി തീരത്തുള്ളൂ. മാത്രം ഓർത്തു നോക്കണം, ഇന്ന് കേരളത്തിൽ സർക്കാരിന്റെ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള LDFന് വേണ്ടി ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്താ പറയുക, പുച്ഛത്തോടു കൂടി ഇതിനെ തള്ളുകയാണ്. ജനങ്ങൾ ചോദിക്കുന്ന സമയം വരും. ഇന്ന് അയ്യപ്പ സംഗമത്തിന് ഓഡിറ്റ് ഇല്ല, അതിന്റെ റിപ്പോർട്ടും പുറത്തു പറയണ്ട. ഇത് PR വർക്കിന്റെ പേരിൽ നടത്തുന്നതിന് ആരാണ് ഉത്തരം പറയുന്നത്? ഇത്രയും രൂപ ചെലവഴിക്കുന്നത് ആരുത്തരം പറയും എന്നുകൂടി സർക്കാർ പറയണം. കാരണം ഇത് CPMന് വേണ്ടി ചെയ്യുന്ന, ഗവൺമെന്റ് ഒഫീഷ്യലി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആൾക്കൂട്ടത്തിന് നടുവിൽ അത്ഭുതകരമായി ജീവിതം നയിച്ച ഒരു നേതാവിന്റെ പിൻഗാമിയായി തന്നെയാണ് മകൻ ഇപ്പോഴും നിൽക്കുന്നത്. പാർട്ടിയുടെ ഉന്നത നേതാവും ഒരു ചേരിയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനുമായിരുന്ന പിതാവെങ്കിൽ മകനെ ആ ഗ്രൂപ്പിന്റെ നേതൃനിരയിൽ ഒന്നും കാണുന്നില്ല. തെല്ല് മാറിയാണ് നിൽപ്പ്. വേറിട്ട ചിലത് പറയുന്നുമുണ്ട്. അതിൽ കോൺഗ്രസിലെ എല്ലാ തലമുറക്കാർക്കുമുള്ള പാഠവുമുണ്ട്. അത് ചോദിച്ചറിയുന്ന ഒരു രീതി നമുക്ക് ഉണ്ട്. അതായത് ചാണ്ടി ഉമ്മൻ MLA വരുമ്പോൾ അദ്ദേഹം പറയുന്ന കൃത്യമായ കാര്യം അതാണ്. നേതൃനിരയിൽ അദ്ദേഹം ഇല്ല, അത് സത്യം തന്നെയാണ്. നേതൃനിരയിൽ അദ്ദേഹത്തിന് കാണാനില്ല. എന്നാൽ പിൻനിരയിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, പലരും വേണമെന്ന് വെച്ചെങ്കിലും കണ്ടില്ല എന്ന് അടിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ. മാത്രമല്ല ഇതിനു മുൻപും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ്, ചാണ്ടി ഉമ്മന്റെ വസതിയിലേക്ക് BJP ഒരു പ്രതിഷേധം നടത്തുന്നു. ചാണ്ടി ഉമ്മൻ എന്ത് ചെയ്യുന്നു? ആ പ്രതിഷേധം നടക്കുന്ന പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, കൈ കൊടുക്കുന്നു. ശരി, എന്നാൽ ആയിക്കോട്ടെ, നടക്കട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. വളരെ സ്നേഹത്തോടു കൂടി BJP പ്രവർത്തകർ, പ്രതിഷേധിക്കാനെത്തിയ BJP പ്രവർത്തകർ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു. ശേഷം അവർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. ഇതാണ് പരസ്പര ബഹുമാനം എന്ന് പറയുന്നത്. അതായത് രണ്ട് പാർട്ടിക്കാർക്കിടയിലുള്ള ബഹുമാനം അത് നഷ്ടപ്പെടുത്താൻ തൽക്കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ തയ്യാറല്ല എന്ന് വ്യക്തമാകുന്നു. കഴിഞ്ഞ ദിവസം ആറ്റുവാൽ പൊങ്കാലയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം അവിടെയെല്ലാം തന്നെ പോയി എല്ലാ ഭക്തജനങ്ങളെയും നേരിട്ട് കാണുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹോളി ആഘോഷിക്കാനായി പുതുപ്പള്ളിയിലെ ഹോളി ആഘോഷം എന്ന് പറയുന്ന ഒരു വലിയൊരു പരിപാടി അദ്ദേഹത്തിൽ പങ്കെടുക്കുന്നു. മാത്രമല്ല പുതുപ്പള്ളിയിലെ സാധാരണക്കാരായ കർഷകർക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ വ്യത്യസ്തരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കൃത്യമായി തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല ഇതിനു മുൻപും ഈ പറയുന്ന പോലെ തന്നെ പ്രതിഷേധക്കാർ വരികയും ആണൊരുത്തൻ എന്ന നിലയിൽ ചാണ്ടി ഉമ്മൻ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തിന് ഇരു കൈയും നീട്ടി അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നുമുണ്ട്.